بسم الله الرحمن الرحيم واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار إنا أخلصناهم بخالصة ذكر الدار وإنهم عندنا لمن المصطفين الأخيار واذكر إسماعيل واليسع وذا الكفل وكل من الأخيار. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1580 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ് ഉലിൽ ഐദി വൽ അബ്സാർ ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ وإنهم عندنا لمن المصطفين الأخيار واذكر إسماعيل واليسع وذا الكفل وكل من الأخيار صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരത്തെ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരെ അനുസ്മരിക്കാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നിപ്പോ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ വേറെ ചില ദൈവിക ദൂതന്മാരെ കൂടി അനുസ്മരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന അത്യന്തം പ്രയാസകരമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്ന പ്രബോധിത സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന എതിർപ്പും ശത്രുതയുമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു വളരെയേറെ സഹനം അവലംബിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയും തന്നെ ക്ഷമ അവലംബിക്കുക എന്ന നിർദ്ദേശം 17-ാമത്തെ ആയത്തിൽ നൽകുകയുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിനെ ഓർക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചത്. വളരെയേറെ സഹനം കാണിക്കാൻ സന്നദ്ധനായ, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരാളാണ് ദാവൂദ് അലൈഹി ഇസ്ലാം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അക്കാര്യം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതാനുഭവങ്ങളെ പരാമർശിച്ചു. അതിനെ തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള് അള്ളാഹു വിവരിക്കുകയുണ്ടായി. അതിനും ശേഷം അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ടുള്ള ചില വിവരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായത്. ആ വിവരണങ്ങളെ തുടർന്നാണ് ഇപ്പോൾ വേറെ ചില പ്രവാചകന്മാരെ പരാമർശിക്കുന്ന ആയത്തുകൾ 45 മുതൽ 48 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഇപ്പോ വായിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നലെയും മിനിയാന്നുമായിട്ട് നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകൾ അയ്യൂബ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അദ്ദേഹം വളരെ കഠിനമായി പരീക്ഷിക്കപ്പെടുകയുണ്ടായി. വലിയ രോഗവും ഒറ്റപ്പെടലും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബം കൈയൊഴിഞ്ഞ് അദ്ദേഹത്തെ വിട്ടേച്ചു പോയി കളഞ്ഞതും ഒക്കെയായ വിഷയങ്ങളാണ് സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്.
അയ്യൂബ് അലൈഹിസ്ലാമിനെ അള്ളാഹു ഒരു കഠിനമായ ചർമ്മരോഗം നൽകിക്കൊണ്ട് പരീക്ഷിച്ച ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വളരെയേറെ പ്രയാസങ്ങളുടെ വ്യക്തിപരമായി ശാരീരികമായി ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന വല്ലാത്ത ദുരിതത്തിന്റെ അവസ്ഥയിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം അന്നീ മസ്സനീയ ശൈത്വാനു ബിനുസുബിം വഅദാബ്, പിശാച് എന്നെ ദുരിതവും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വിധത്തില് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അത് പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ ഈ ആയത്തുകളുടെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുകയുണ്ടായി. പിശാച് ദുരിതമേൽപ്പിച്ചു, പീഡനമേൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ ആ കടുത്ത പരീക്ഷണം നേരിടുമ്പോൾ സഹനം അവലംബിച്ച് നിലകൊള്ളുന്നതിന് പകരം പല ഘട്ടങ്ങളിലും അക്കാര്യത്തിൽ ഇടർച്ചയുണ്ടായി വല്ലാത്ത നിരാശയും വിഷമവും ഒക്കെ മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വന്ന, പലപ്പോഴും പിശാചിന്റെ അത്തരം സ്വാധീനങ്ങൾ നിരാശയുണ്ടാകാനും കടുത്ത പ്രതീക്ഷയറ്റ ഒരവസ്ഥയിലേക്ക് ചെന്ന് പതിക്കാനും ഒക്കെ കാരണമാകുന്ന മാനസികാവസ്ഥകളിലൂടെ കടന്നുപോയ കാര്യമാണ് അയ്യൂബ് അലൈഹിസ്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനെ വേണ്ട വിധത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് തിരിയുകയും അള്ളാഹുവിനോട് അവലാതി പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു അനുസ്മരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകി. തറയിൽ കാല് അടിക്കുവാനും അതുപോലെ അള്ളാഹു കാണിച്ചു കൊടുത്ത തെളിനീര്, കുളിർമയുള്ള തെളിനീര് കൊണ്ട് ദേഹം കഴുകി വൃത്തിയാക്കാനും അത് കുടിക്കുവാനും ഒക്കെ തന്നെ ഉള്ള നിർദ്ദേശമാണ് അള്ളാഹു അവിടെ നൽകിയിട്ടുണ്ടായത്. അതോടെ അദ്ദേഹത്തിന് ആ കഠിനമായ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും ഒക്കെ തന്നെ തിരികെ എത്തുകയും ചെയ്തു. കൂടാതെയും അള്ളാഹു അദ്ദേഹത്തിന് വേറെയും ചില അനുഗ്രഹങ്ങള് മക്കളും അതുപോലെ പത്നിമാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തെ ആ നിലക്കൊക്കെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ ഈ കാര്യത്തില് അയ്യൂബ് അലൈഹിസ്ലാമിന്റെ ഈ അനുഭവത്തില് വലിയ പാഠം അടങ്ങിയിട്ടുണ്ട്. ബുദ്ധിമതികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതില് അവർക്ക് വ്യക്തമായ ജീവിത മാർഗദർശനം നൽകുന്ന വിധത്തിലുള്ള ചില പാഠങ്ങള്, ചില വളരെ പ്രസക്തവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഉത്ബോധനം അല്ലെങ്കിൽ ഉണർത്തല് അതിലുണ്ട് എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. വദിക്ര ലിഉലിൽ അൽബാബ് എന്ന്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശപഥത്തെ കുറിച്ച് പരാമർശിച്ചത് നമ്മൾ കണ്ടു. അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുകയുണ്ടായത് താങ്കൾ ഒരു കറ്റ കയ്യിലെടുത്തുകൊണ്ട് അടിക്കുവാനും അതുപോലെ ശപഥം ലംഘിക്കാതിരിക്കുവാനുമുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത്. അദ്ദേഹം വളരെയേറെ സഹനം അവലംബിച്ച ഒരു വ്യക്തിയായിരുന്നു. അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ, ഏറെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു വ്യക്തി. അള്ളാഹു വലിയ തൃപ്തിയോടുകൂടി അദ്ദേഹത്തെ പരാമർശിക്കുന്ന നിഅമൽ അബ്ദ് എന്നാണ്. നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അപ്പൊ ഇവിടെ നമ്മൾ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. ഇന്ന് നമുക്കത് ആ കാര്യം ഞാൻ വിശദമാക്കാം എന്ന് പറഞ്ഞു. ഇവിടെ അയ്യൂബ് അലൈഹിസ്ലാമിന്റെ ഒരു ശപഥത്തിന്റെ കാര്യം സൂചിപ്പിക്കപ്പെട്ടു. അതാണ് വിഷയം. ആ ശപഥം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് അള്ളാഹു ഇവിടെ അദ്ദേഹത്തിനൊരു അതിന്റെ ഒരു പ്രായോഗിക രൂപം പറഞ്ഞു കൊടുക്കുന്നത്.
ഖുദ് ബിയദിക ലഗ്സൻ എന്നാണ്. ലഗ്സ് എന്ന് പറഞ്ഞാല് ധാരാളം അടരുകളുള്ള ഒരു കറ്റ. അത് നമ്മൾ ധാന്യത്തിന്റെ ഒക്കെ ധാന്യം മണികൾ കായ്ച്ചു നിൽക്കുന്ന കതിർക്കുലയുടെ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരു കറ്റയാണ്. ധാരാളം അടരുകളോ ഇണറുകളോ ഒക്കെ ആയിട്ടുള്ള ഒരു സംഗതി, കൊലച്ചിലൊക്കെ പോലെയുള്ള ഒരു സംഗതി. അപ്പൊ അതെടുത്ത് അടിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ശപഥം ലംഘിക്കേണ്ടതില്ല എന്നും വലാ തഹനസ്, ഇങ്ങനെയാണ് നിർദ്ദേശം. അപ്പൊ എന്തായിരുന്നു ഇത് എന്നത് ഖുർആൻ ഇവിടെ വ്യക്താക്കുന്നില്ല. അയ്യൂബ് അലൈഹി ഇസ്ലാം നടത്തിയ ശപഥം എന്താണ് എന്നത് ഈ ആയത്തിൽ വ്യക്താക്കിയിട്ടില്ല. ഖുർആനിൽ വേറെ എവിടെയും അത് സൂചിപ്പിക്കപ്പെടുന്നുമില്ല. ചില ബൈബിൾ സ്രോതസ്സുകളിൽ നിന്ന് മുഫസ്സിറുകൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ അതികഠിനമായ ശാരീരിക വിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഘട്ടത്തില് വല്ലാത്ത അസ്വസ്ഥതയും പൊറുതികേടും ഒക്കെ കാരണമായി നിവൃത്തിയില്ലായ്കയായപ്പോ ഏതോ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്റെ ഭാര്യയിൽ വളരെ അതൃപ്തിയുള്ള ആളായി മാറി. ആ ഭാര്യ അദ്ദേഹത്തോട് കാണിക്കുന്ന, അദ്ദേഹത്തിന് നൽകുന്ന പരിചരണത്തിലോ എന്തോ ഒരു വിഷയത്തില് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോ അദ്ദേഹം തന്റെ ഭാര്യയെ തല്ലും എന്ന വിധത്തിലുള്ള ഒരു ശപഥം ചെയ്തു എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അത് തന്നെയാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. പക്ഷെ ഇത്തരം സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എന്തായാലും അയ്യൂബ് അലൈഹിസ്സലാം അവരെ തല്ലും എന്ന നിലക്ക് ശപഥം ചെയ്ത പോലെയുള്ള ഒരു കഥയാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇനി അത് സ്വീകാര്യമായ ഒരു സംഗതിയാണെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടാവാം, സ്വാഭാവികമായിട്ടും അങ്ങനെ ശാരീരികമായ അസ്വസ്ഥത വളരെ കൂടുതൽ അനുഭവിക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന വല്ല പെരുമാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ നിലക്ക് അദ്ദേഹത്തിന് തൃപ്തികരമല്ലാത്ത എന്തോ സംഭവിച്ചപ്പോ അത് അദ്ദേഹത്തെ വല്ലാതെ ക്രോധമുള്ള ആളാക്കി മാറ്റി കാണണം. ആ ഘട്ടത്തിലായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു ശപഥം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ വൈകാതെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് രോഗശമനം നൽകി രോഗമുക്തി നേടിയപ്പോ ഈ ശപഥത്തിന്റെ കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായി മാറി. അത് നടപ്പിലാക്കുന്നത് അനർഹമായി അന്യായമായി തന്റെ പത്നിയെ പ്രഹരം ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അതൊരു അക്രമമാണ്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല. അതേപോലെ തന്നെ നടപ്പിലാക്കാതിരിക്കുകയാണെങ്കിൽ ശപഥലംഘനം എന്ന ഒരു തെറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നത്. ആ ഒരു വിഷയത്തില് അള്ളാഹു ഒരു പ്രായോഗികമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഇവിടെ എന്നാണ് ഇത് സംബന്ധമായിട്ട് ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിശദീകരിക്കപ്പെടുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ 100 അടി അടിക്കാനാണ് അദ്ദേഹം ശപഥം ചെയ്തിരുന്നതെങ്കിൽ, നിന്നെ ഞാൻ 100 അടി അടിക്കുന്നോ അല്ല അതുപോലെ എന്തെങ്കിലുമൊക്കെയാണ് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ, അത് ഈ പ്രഹരം ഏൽക്കേണ്ടി വരുന്ന ആൾക്ക് യാതൊരു നിലക്കും പ്രയാസം സൃഷ്ടിക്കാത്ത വിധത്തിലുള്ള ഒരു ശപഥം പൂർത്തീകരിക്കുക എന്നൊരു സംഗതി മാത്രമാക്കി പരിമിതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് എന്ന നിലക്കാണ് ഇത് വിശദീകരിക്കപ്പെടുന്നത്. അപ്പൊ നമുക്കിതില് കൃത്യമായി ഇന്ന അർത്ഥസൂചനയാണെന്നൊന്നും അങ്ങനെ തർപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. പക്ഷെ ഈ ഒരു വിശദീകരണത്തിനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പൊ 100 അടരുകളോ അല്ലെങ്കിൽ എത്ര എണ്ണം അടി അടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത്ര എണ്ണം അടരുകളുള്ള ഒരു കറ്റ കയ്യിലെടുത്തുകൊണ്ട് ഒരടി അടിച്ചാൽ 100 അടിയോ അല്ലെ 50 അടിയോ അടിക്കും എന്ന് പറയുന്നത് ഒരു കറ്റ കൊണ്ടുള്ള ഒരടിയിൽ അത് നിർവഹിച്ച വിധത്തിലായി അത് പൂർത്തീകരിക്കപ്പെടും എന്ന നിലക്ക് ആണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു സംഗതി എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അത് നമുക്കങ്ങനെ അതാണ് ഇതിന്റെ കൃത്യമായ അർത്ഥസൂചന എന്ന് തർപ്പിച്ചൊന്നും പറയാൻ വയ്യ. പക്ഷെ വേറെ വിശദീകരണ സാധ്യതകള് തെളിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്
പൊതുവെ ഇതാണ് ഈ ആയത്തിനുള്ള വിശദീകരണമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫിഖ്ഹിൽ ഒരുപാട് ചർച്ചയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ശപഥങ്ങള് പൂർത്തീകരിക്കാൻ വേണ്ടി ഇത്തരം ഹീലത്ത് എന്നാണ് പറയാം, ഹീലത്തുൽ ഫിഖ് എന്നാണ് ഇതിന് പറയാം. ഇത്തരം തന്ത്രങ്ങള് അല്ലെങ്കിൽ തന്ത്രപരമായ രീതിയിൽ അത് രണ്ടു പേർക്കും ദ്രോഹകരമല്ലാത്ത വിധത്തിൽ അത് പൂർത്തീകരിക്കുന്ന ഒരു രീതിയെ കുറിച്ച് കർമ്മശാസ്ത്രത്തില് പല ചർച്ചകളും നടക്കുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഒരു വ്യക്തി, വളരെ ശാരീരികമായി ദുർബലനായ എല്ലും തോലുമായ ഒരാള് ഒരു വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട സന്ദർഭത്തിൽ അയാൾക്ക് 100 അടി കൊടുക്കാൻ മാത്രമുള്ള ആരോഗ്യമില്ല എന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഈത്തപ്പനയുടെ കൊലച്ചില്ല എടുത്ത് ഈ ഇത്രയും എണ്ണം അതിന്റെ നാരുകളോ അല്ലെങ്കിൽ അതിന്റെ അടരുകളോ ഉള്ള വിധത്തിലുള്ള ഒരു കൊലച്ചില്ല കൊണ്ട് അദ്ദേഹത്തിന് ഒരു തവണ അടിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു സംഭവം ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പൊ ഇത് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചില പ്രായോഗികമായ പരിഹാരങ്ങൾ കാണുന്ന ഒരു രീതിയായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതേസമയത്ത് ഈ ഹീലത്തുൽ ഫിഖ് ആയിട്ട് ചില തന്ത്രങ്ങളൊക്കെ ചിലര് സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നു കരുതിയിട്ട് സക്കാത്തിന് സമയം ആവുമ്പോഴേക്ക് അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് പണം വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒക്കെ രീതികൾ, തന്ത്രങ്ങളൊക്കെ പയറ്റുന്നത്, അത് യഥാർത്ഥത്തിൽ അതിന്റെ ചൈതന്യത്തിനെ തന്നെ ചോർത്തി കളയുന്ന, അള്ളാഹുവിനെ വഞ്ചിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ നന്മയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ഈ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും എന്ന നിലക്കാണ് മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ച് കാണുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള വല്ല സാധ്യതയും ഈ ആയത്തിന്റെ വിശദീകരണത്തിനൊക്കെ ഉണ്ടാവാം. നമുക്ക് നിലവിൽ ലഭ്യമായ അറിവും സാധ്യതകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണിത്. ഏതോ വിധത്തില് അയ്യൂബ് അലൈഹിസ്സലാം ഒരു ശപഥം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് പൂർത്തീകരിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് ദ്രോഹകരമല്ലാത്ത ഒരു കാര്യം ആണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഞാൻ ആ കാര്യം വിശദീകരിക്കുന്ന അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിലേക്ക് തിരിയാം. ഇവിടെ അള്ളാഹു ഈ ആയത്തുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വദ്കുർ ഇബാദന, നമ്മുടെ ദാസന്മാരെ ഓർക്കുക, ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാഖൂബ, 3 പേരെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇബ്രാഹിമിനെയും ഇസ്ഹാഖിനെയും യാക്കൂബിനെയും. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ 2ാമത്തെ പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്ലാം, ഇസ്ഹാഖ് അലൈഹിസ്ലാമിന്റെ പുത്രൻ യാക്കൂബ് അലൈഹിസ്ലാം. ഈ 3 പേരെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ 3 പേരും അയ്യൂബ് അലൈഹിസ്ലാമിനൊക്കെ പോലെ തന്നെ ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിക്കേണ്ടതുണ്ട്. ഈ 3 പേരും വളരെ വലിയ പ്രതിസന്ധികളിലൂടെയും സഹനം അവലംബിക്കൽ വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്ന ആളുകളാണ് എന്ന നിലക്കാണ് അള്ളാഹു അവരെ അനുസ്മരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ നിർദ്ദേശം നൽകുന്നത്. വദ്കുർ ഇബാദന ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാഖൂബ. ഈ 3 പ്രവാചകന്മാരുടെയും ജീവിത സാഹചര്യങ്ങളിൽ അവർ നേരിട്ട പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാര്യം പിന്നിട്ട ആയത്തുകളിലും സൂറത്തുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ധാരാളം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇസ്ഹാഖ് അലൈഹിസ്ലാം ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ 2ാമത്തെ പുത്രൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അദ്ദേഹം നേരിട്ട സാഹചര്യങ്ങളെ ആയിരിക്കും ഒരുപക്ഷെ വേണ്ടത്ര ഖുർആൻ പരാമർശിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാക്കൂബ് അലൈഹിസ്ലാമിന്റെ ജീവിത സാഹചര്യത്തില് ഈജിപ്തില് അദ്ദേഹം നേരിട്ട അവസ്ഥകളും അതിന്റെ മുമ്പ് ഫലസ്തീനിലായിരുന്നപ്പോ ഉണ്ടായിരുന്ന അവസ്ഥകളും മക്കള് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ
സൂറത്ത് യൂസുഫിലും അതുപോലെയുള്ള പരാമർശങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പ്രവാചകന്മാരെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഉലിൽ ഐദി വൽ അബ്സാർ എന്നാണ്. ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവരുടെ കർമ്മപരമായ ശേഷിയും അതുപോലെ ദീർഘദൃഷ്ടിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലാണ്. ഐദ് എന്ന് പറഞ്ഞാല് കൈകൾ എന്നാണ് അർത്ഥം. ഉലിൽ ഐദ് എന്ന് പറഞ്ഞാൽ കൈകളുള്ളവർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ല കൈക്കരുത്തുണ്ടായിരുന്ന, കർമ്മശേഷി ഉണ്ടായിരുന്ന, പ്രായോഗിക ജീവിതത്തിൽ വലിയ ഡൈനമിസം കാണിച്ചിരുന്ന, ചടുലതയോടുകൂടി കാര്യങ്ങളെ നിർവഹിച്ചിരുന്ന ആളുകൾ. അതുപോലെ വല്ല അബ്സാർ, നല്ല ഉൾക്കാഴ്ചയും അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന ആളുകൾ. അബ്സാർ എന്ന് പറഞ്ഞ ദൃഷ്ടികൾ എന്നാണ് അർത്ഥം. കാഴ്ച അല്ലെങ്കിൽ കണ്ണുകൾ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സൂചന. അപ്പോ രണ്ട് നിലക്കും വലിയ യോഗ്യത ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർ. പ്രായോഗികമായി ഫിസിക്കലായിട്ട് തന്നെ നല്ല കരുത്തുണ്ടായിരുന്ന, വളരെ ഊർജ്ജസ്വലത കാണിച്ചിരുന്ന, വളരെ സജീവമായി നിലക്കൊണ്ടിരുന്ന ആളുകൾ. ഇതാണ് ഉലുൽ ഐദ് എന്ന പ്രയോഗം നൽകുന്ന സൂചന. മറ്റൊന്ന് അബ്സാർ ആണല്ലോ. ഉലിൽ അബ്സാർ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ഉലിൽ ഐദി ഉലിൽ അബ്സാർ, നല്ല കാഴ്ചശേഷി ഉണ്ടായിരുന്നവർ. അത് ഉൾക്കാഴ്ചയാണ്, മനക്കാഴ്ചയാണ്, ദീർഘദൃഷ്ടിയാണ് എന്നൊക്കെയുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങളെ അതിന്റെ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്ന, കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ പ്രാപ്തി ഉണ്ടായിരുന്ന, പ്രാഗൽഭ്യമുള്ള ആളുകളായിട്ട്, ചിന്താപരമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിലുമൊക്കെ വലിയ പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഈ പ്രവാചകന്മാർ എന്ന നിലക്കാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ മനുഷ്യര് വളരെ ഭൗതികമാത്ര താല്പര്യങ്ങളുടെ പുറകെ ഓടുന്ന ഒരു ചിത്രമായിരിക്കും മിക്കപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ എന്ത് നേടാൻ കഴിയും എന്നത് മാത്രം കാണുന്ന ആളുകളാണ് കൂടുതൽ പേരും. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. സാമ്പത്തിക നേട്ടം, ഭൗതിക ജീവിതത്തിൽ നേടാൻ കഴിയുന്ന സ്വാധീനം, അധികാരം, പദവി, ഇങ്ങനെയൊക്കെ ഉള്ളതേ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു അതിമഹത്തരമായ സാധ്യതയുണ്ട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തില് ആ വിധത്തില് കാര്യങ്ങളെ വായിച്ചെടുക്കുന്നവര് കുറവാണല്ലോ. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. ഈ പ്രവാചകന്മാര് ഇക്കാര്യത്തിൽ കാര്യങ്ങളുടെ ആത്യന്തികത ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നവരും ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താൻ സാധിച്ചിരുന്നവരും ഒക്കെയാണ് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. എന്നിട്ട് അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. ദിക്റദ്ദാർ, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള സ്മരണയുടെ കാരണത്താൽ നാം ഇവരെ പ്രത്യേകമായി അംഗീകരിച്ചിരുന്നു, സ്വീകരിച്ചിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന അഖ്ലസ്നാഹും, നാം അവരെ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അംഗീകരിക്കുകയും സവിശേഷമായിട്ട് അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. എന്തിന്റെ പേരിലാണ്? അവരുടെ ദിക്റദ്ദാർ കാരണമായിട്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മ, ഉത്ബോധനം അല്ലെങ്കിൽ ഉണർവ്, കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അദ്ദാറാണ് ഇവിടെ. അദ്ദാർ എന്ന് പറഞ്ഞ ഭവനമാണ്. യഥാർത്ഥ രണ്ട് ഭവനങ്ങളാണുള്ളത്. ഒന്ന് ഈ ദാറുദ്ദുന്യ, ഈ ഐഹിക ലോകത്തെ നമ്മുടെ ഭവനം, ഈ ഭൂമുഖത്തെ ജീവിതം. രണ്ടാമത്തത് അദ്ദാറുൽ ആഖിറ, പാരത്രിക ജീവിതം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ യഥാർത്ഥ ഭവനം എന്ന് പറയുന്നത് ദാറുൽ ആഖിറത്താണ്. ഇവിടെ താൽക്കാലികമായ ഒരു വഴിയമ്പലം, ഒരു സത്രം എന്നൊക്കെ പ്രാധാന്യമുള്ളൂ ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ. പല ആളുകളും ഈ വഴിയമ്പലത്തിലെ താൽക്കാലികമായ താമസത്തിന് വേണ്ടി സ്ഥിരവാസത്തിനുള്ള വീട് നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ്.
മനുഷ്യരിൽ ഭൂരിഭാഗവും അങ്ങനെയാണ്. യഥാർത്ഥ വീട്, യഥാർത്ഥ ഭവനം, യഥാർത്ഥ വാസഗേഹമായിട്ടുള്ള പാരത്രിക ജീവിതത്തെ അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ താൽക്കാലികമായ ഭൗതിക ലോകത്തെ വീടിനു വേണ്ടി, ഭവനത്തിനു വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിനു വേണ്ടി. ഇതാണ് പൊതുവെ മനുഷ്യരുടെ പ്രവണത. എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവര് ദിക്റദ്ദാറിന്റെ പേരിൽ അള്ളാഹു സവിശേഷമായിട്ട് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അവര് പാരത്രിക ജീവിതത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വലിയ മുൻഗണന നൽകിയിരുന്ന ആളുകളാണ്. ആ കാരണത്താൽ അള്ളാഹു അവരെ അവന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ എന്ന നിലക്ക് അള്ളാഹു അവനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ആളുകളെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്ന അഖ്ലസ്നാഹു, നിശ്ചയമായും നാം അവരെ നമുക്ക് വേണ്ടിയായി സവിശേഷമായ വിധത്തിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ബി ഖാലിസത്തിൽ, പ്രത്യേകമായ വിധത്തിൽ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന്റെ പേരിലാണ്? ദിക്റദ്ദാർ, അദ്ദാറിന്റെ ബോധം ഉള്ളവര് എന്ന നിലക്ക്, അദ്ദാറിനെ കുറിച്ച്, യഥാർത്ഥ ഭവനത്തെ കുറിച്ചുള്ള കൃത്യമായ ധാരണയോടുകൂടി നിലക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു എന്നതിന്റെ പേരിൽ നാം അവരെ സവിശേഷമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അള്ളാഹു കൂടെ നൽകുന്ന സൂചന. എന്നിട്ട് പറയുന്നത് വൈന്നഹും ഇൻദന ലമിനൽ മുസ്തഫൈനൽ അഖിയാർ എന്നാണ്. തീർച്ചയായിട്ടും ഇവര് നമ്മുടെ അടുക്കൽ ലമിനൽ മുസ്തഫൈനൽ അഖിയാർ, ഏറ്റവും ഉത്തമരായ, വളരെയേറെ വിശിഷ്ടത എന്ന നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഇസ്തഫ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തു എന്നാണ്. ഇഖ്താറ എന്ന ആശയം തരുന്ന മറ്റൊരു വാക്കാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ നിലക്ക് പരാമർശിക്കുന്നത്. അപ്പൊ മുസ്തഫൈൻ എന്നത് മുസ്തഫ എന്നതിന്റെ ബഹുവചനാണ്. മുസ്തഫൂൻ എന്നാണ് അതിന്റെ യഥാർത്ഥ രൂപം. ഇവിടെ പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് അവരൊക്കെയും മുസ്തഫൂനാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഏത് വിധത്തിലാണ്? അൽ അഖിയാറായിട്ട്, ഏറ്റവും ഉത്തമരായ മനുഷ്യർ എന്ന നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ട, ഖൈറായ ആളുകൾ എന്ന നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫൂനാണ് അവര് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെയും യാക്കൂബ് അലൈഹി ഇസ്ലാമിനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖിയാർ, തീർച്ചയായിട്ടും ഇവര് നമ്മുടെ അടുക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ഉത്തമരായ ആളുകളിൽ പെടുന്നവരാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും ചില പ്രവാചകന്മാരെ പരാമർശിക്കുകയാണ്. വദ്കുർ, ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ നിർദ്ദേശം. എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പ്രവാചകന്മാരെ അനുസ്മരിക്കാൻ വേണ്ടി പറയുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ജീവിത സാഹചര്യത്തില് അദ്ദേഹത്തിന് കരുത്ത് പകരുന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശമാണ്. വദ്കുർ ഇസ്മായില, ഇസ്മായിലിനെ ഓർക്കുക. വല്യസഅ, അല്യസഅ എന്ന പ്രവാചകനെ ഓർക്കുക. വദൽകിഫിൽ, ദുൽകിഫിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രവാചകനെയും ഓർക്കുക. 3 പ്രവാചകന്മാരെയാണ് പരാമർശിക്കപ്പെടുന്നത്. ഒന്ന് ഇസ്മായിൽ, നമുക്കറിയാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആദ്യത്തെ സന്താനമാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം. ഹാജർ പ്രസവിച്ച ആദ്യത്തെ പുത്രൻ. അപ്പോ ഇസ്മായിലിനെ ഓർക്കുക. അതുപോലെ അല്യസഅ പ്രവാചകനെയും ഓർക്കുക. അതുപോലെ ദുൽകിഫിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രവാചകനെയും ഓർക്കുക. വകുല്ലും മിനൽ അഖിയാർ, ഇവരൊക്കെയും തന്നെ വളരെ ഉത്തമരായ ആളുകളായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. കുല്ലും മിനൽ അഖിയാർ, അഖിയാറുകളിൽ പെട്ടവരായിരുന്നു ഇവർ. ഈ പ്രവാചകന്മാരൊക്കെ അനുസ്മരിക്കാനാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുന്നത്. അവരൊക്കെയും തന്നെ ഒരുപാട് ത്യാഗമനുഷ്ഠിച്ച ആളുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട ആളുകളും അവയെ സഹനത്തോടു കൂടി കൈകാര്യം ചെയ്യുകയും ചെയ്ത ആളുകളുമായിരുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഈ പ്രവാചകന്മാർ ഇസ്മായിൽ അലൈഹിസ്സലാം, അല്യസഅ അലൈഹിസ്സലാം, ദുൽകിഫിൽ അലൈഹിസ്സലാം, ഇവരെയൊക്കെ കുറിച്ച് ചില പരാമർശങ്ങൾ
അതുപോലെ അവരുടെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ ഞാൻ നാളെ നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.